ഡിറ്റുമാനം മമ്മിനെടുക്കാൻ പോവാണ്. Oh my god. ഇഷ്ടായി ഡിറ്റു? നന്നായിട്ടുണ്ട്. ഹലോ ഗായ്സ്, മലേഷ്യൻ വിശേഷങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിലുണ്ട് പെറ്റ്സ്, ലവ് ബേർഡ്സ്, ഫിഷ് ടാങ്ക് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ജാക്കി ഉണ്ട്. അപ്പോൾ അതേപോലെ കുറച്ച് പെറ്റുകളെ വളർത്തുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒരു വെറൈറ്റി റെസ്റ്റോറൻറ്റ്. ബാക്കി വിശേഷം റെസ്റ്റോറൻറ്റിനുള്ളിൽ എത്തിയിട്ട് നമുക്ക് കാണാം. ഈ ജാക്കി ആരാന്ന് പറഞ്ഞു കൊടുത്തില്ല? ജാക്കി എൻ്റെ വീട്ടിലെ പെറ്റ് ഡോഗ് നായക്ക്. ഇവരുടെ വീട്ടിലെ ഡോഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ബ്രീഡാണ്, ഒരു ഇമ്പോർട്ടഡ് ബ്രീഡാണ്. ക്ലിച്ചോ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. നിങ്ങളിനി ഗൂഗിളിൽ ക്ലിച്ചോ എന്ന് സെർച്ച് ചെയ്താലൊന്നും കിട്ടില്ല. മലയാളത്തിൽ ക്ലിച്ചോ എന്ന് എഴുതിയിട്ട് അതൊന്ന് തിരിച്ചു വെച്ചാൽ മതി, അപ്പൊ കാര്യം മനസ്സിലായിക്കോളും. പക്ഷെ ബാക്കി എല്ലാ ബ്രീഡുകളെക്കാളും ആള് സൂപ്പറാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അവിടെ എന്തൊക്കെ പെറ്റുകളാണുള്ളത്, കുറച്ച് വെറൈറ്റി പെറ്റ്സ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് പെറ്റ്സിനൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാം. ഇതിൻ്റെ മലേഷ്യയിലൊക്കെ ഇങ്ങനെ ക്ലീൻലിനെസ്സിന് സർട്ടിഫിക്കേഷൻ കൊടുക്കും, ABC എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ A സർട്ടിഫിക്കേഷനുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഇവിടെ അത്ര ക്ലീൻ അല്ല എന്ന് തോന്നിയേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അകത്ത് പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് വേറെ കാണാം. ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ സ്റ്റിക്കി നോട്ട്സ് ആയിട്ട് ചുമരിൽ പതിപ്പിച്ചേക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഏതായാലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്നതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞ ഇവിടുത്തെ വെറൈറ്റി പെറ്റ്സ്. ഈ സ്ഥലത്ത് ഇതുപോലെയുള്ള പെറ്റ്സിനൊക്കെ വളർത്തുന്ന ഒരേ ഒരു റെസ്റ്റോറൻ്റാണിത്. ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ, മട്ടൺ, ബീഫ്, ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് ഇവിടെ ഫുഡായിട്ട് കൊടുക്കുന്നത്. നമ്മളീ കാണുന്ന ഈ ജീവികളെല്ലാം ഇവിടെ പെറ്റ്സായിട്ട് വളർത്തുന്നത് മാത്രമാണ്. ഇത് ഫിൻഡ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. ഇത് മറ്റ് ജീവികളെ കാണുമ്പോൾ അതിൻ്റെ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. ഏതായാലും ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. എൻ്റെ ഫുഡ് കറി ഫ്രൈഡ് റൈസാണ്. നമ്മുടെ നാട്ടിലൊരു കറിയിലൊക്കെ ഒരു ടേസ്റ്റ്, ചിക്കൻ കറിയിലൊക്കെ ടേസ്റ്റ് കുഴപ്പമില്ല, നല്ലതാണ്. അതും 2 പപ്പടം. ഇതിൽ സ്വന്തം ഇട്ടുണ്ട്, മറ്റേ നമ്മുടെ കണവ, പിന്നെ ചിക്കൻ പീസ് ഉണ്ട്. എല്ലാം മിക്സ്ഡാന്ന് തോന്നുന്നു.
ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. ഇത് ഗാർലിക് ചിക്കൻ ചോപ്പാണ്. ഇത് ഏതായാലും പണി കിട്ടി. കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും തോന്നുന്നില്ല. ഏതായാലും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇത് ബ്ലാക്ക് സ്കോർപ്പിയനാണ്. ഇത് കുത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ ആ ചൈനക്കാരൻ എടുത്ത് പിടിച്ചേക്കണതിൻ്റെ ഒരു ധൈര്യത്തിൽ ഞാൻ എടുത്തതാണ്. Bite with the tail? No? Yes. Tail. Oh. Okay. പാറ്റേനൊക്കെ വലിയ പേടിയാണെങ്കിലും ജിൻസിക്ക് പാമ്പിനെ പേടിയില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എടുത്തോ ഏതായാലും ജിൻസി പാമ്പിനെ കയ്യിലെടുത്ത സ്ഥിതിക്ക് ഞാൻ പിന്നെ എടുത്തില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ട് പിന്നെ ഞാനും എടുത്തു പാമ്പിനെ. ഈ പാമ്പിൻ്റെ പേര് വൈറ്റ് കിങ് സ്നേക്ക് എന്നാണ് അവർ പറഞ്ഞത്. ഇത് കടിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് ബേറ്റർ ഡ്രാഗൺ എന്ന് പറയുന്നൊരു ജീവിയാണ്. ഇതിൻ്റെ പുറം ഒരു മുള്ളു പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മുടെ കയ്യുമ്മേൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരുന്നോളൂ അത്. ഓക്കെ, ദിറ്റുമാനം മമ്മിനെടുക്കാൻ പോവാണ്. ഓ മൈ ഗോഡ്, ഇഷ്ടായി ദിറ്റു? ഓ you can touch baby. Bag ഇട്ടോണോ ഇപ്പോ? Thank you very much.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഈ പാമ്പിനൊന്ന് തോളയിലിട്ട് പോസ് ചെയ്യണം തോന്നി. അങ്ങനെ അതും ഞങ്ങൾ എടുത്തു കടന്ന്. ഏതായാലും ഈ റെസ്റ്റോറൻറ്റിൽ വന്ന സ്ഥിതിക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് ഞങ്ങൾ അവിടുത്തെ ആ വാളിൽ എഴുതി വെച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് റെഡി കഴിഞ്ഞു. അപ്പോൾ കഴിച്ച സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ബട്ടൺ ഞെക്കിക്കോളോ. പിന്നെ ലൈക്ക് അടിച്ചോളൂ, ഷെയർ അടിച്ചോളൂ, കമൻറ്റ് അടിച്ചോളൂ, എല്ലാം അടിച്ചോളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.